കോളേജിൽ പോയിട്ട് വരാട്ടോ. പാറു, ഒറ്റയ്ക്ക് പോണ്ട, സഞ്ജുനെയും കൂടെ കൂട്ടിക്കോ. ആ ശരി മുത്തശ്ശ, ഞാൻ സഞ്ജോട്ടനോടെ പോവാം. സഞ്ജോട്ടാ ഒന്ന് പെട്ടെന്ന് വാ. വാദ്യാർ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് നട അടയ്ക്കും. മേഘം പേരന്ത് കൊണ്ട് മുന്നിൽ ഇറങ്ങി വന്ന് മാർവിൽ ഒളിந்து കൊള്ള വാ, മാർവിൽ ഒളിந்து കൊണ്ട മാറന്നൻപ് പാറുത്തമ്പ്രാട്ടി പോയാലോ? ഞാൻ കാരണം ഇനി നിന്റെ ശിവന്റെ അമ്പലം അടയ്ക്കേണ്ട. അമ്പലത്തിൽ പോയിട്ട് രണ്ടാളും നേരെ അവിടെ നിന്ന് തന്നെ കോളേജിൽ പോക്കോ. ഇങ്ങോട്ട് വന്നാൽ ഇനി ലേറ്റ് ആവണ്ട. പിന്നെ പാറു, നാളെയും കൂടെ അല്ലേ ഉള്ളൂ. നാളെ ആകുമ്പോൾ 7 ദിവസം ആവില്ലേ വഴിപാട്? 7 ദിവസത്തേക്കല്ലേ അമ്പലത്തിൽ പോവേണ്ടത്? ആ അമ്മാവ, നാളെയും കൂടെ ആകുമ്പോൾ തിരുന്ന മുത്തശ്ശൻ പറഞ്ഞ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മാവ, അമ്പലത്തിൽ പോയിട്ട് കോളേജിൽ പോകണം. അപ്പോൾ നമ്മൾ ഇറങ്ങാം അച്ഛാ. സഞ്ജയ്, അറിയാലോ, പാറുനെ ശ്രദ്ധിക്കണം. തിരിച്ചു വരുമ്പോ നീ തന്നെ കൊണ്ടുവന്നാ മതി കേട്ടല്ലോ. എന്റെ മോനാണെന്ന് പറയല്ല, അഹങ്കാരവും ദേഷ്യവും ഇവനൊരു ആംഗ്രി ബേഡോ. അതൊക്കെ ശരിയാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങ് പറഞ്ഞു വിടുന്നത്. ഈ ശങ്കർ മഹാദേവനൊരു തീരുമാനിച്ച അത് അങ്ങനെ തന്നെയായിരിക്കും. അവനിനി നന്നാക്കിയിട്ട് ബാക്കി പരിപാടിയുള്ളൂ. ആ നാട്ടിൽ ഇവ ഇനി പഠിപ്പിക്കും. കൂടെ അവനും കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. മനസ്സിലായല്ലോ ശങ്കരേട്ട? എന്നാലും അവൻ ഇവിടെ പഠിച്ചു വളർന്നിട്ട് പെട്ടെന്നൊരു പട്ടിക്കാട്ടിലൊക്കെ വിട്ടാൽ അവനത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? എൻ്റെ കുട്ടി ഇന്നലെ ഒരുപാട് ദേഷ്യപ്പെട്ടാ പോയത്. ഇതവനോട് വേണ്ടായിരുന്നു. നമ്മളില്ലാതെ അവൻ എങ്ങനെയാ അവിടെ ഒറ്റയ്ക്ക്? മിണ്ടരുത് നീ. അവനെ ഇത്രയും വഷളാക്കിയത് നീയാ. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് ലാളിച്ച് പുന്നാലിച്ച് ഇപ്പൊ കൈവിട്ട് പോയവൻ. എടി, അവന് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയോ? മുഖത്ത് എപ്പോഴും ഒരു ദേഷ്യം. അവനാരാ? ഇനി ഒറ്റയ്ക്കാണെന്ന് നീ പേടിക്കണ്ട. അവന്റെ ഒരു ഫ്രണ്ട് അവന്റെ കൂടെ പഠിച്ചൊരുത്തിന് ഏർപ്പാട് ചെയ്തിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടണ. ഇനി അവൻ അവിടെ നിന്ന് കുറച്ചു കാലം ജീവിക്കട്ടെ. അല്ലെങ്കിലും ഇയാളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോൻ്റെ വിഷമം ഇയാൾക്ക് അങ്ങനെ മനസ്സിലാവും. എൻ്റെ ശിവനെ, എൻ്റെ ശിവൻകുട്ടിയെ രക്ഷിച്ചോളണേ. അല്ല, നീ ഇതുവരെ പോയില്ലേ? ഇന്നും കൂടെ അല്ലേ വഴിപാടിൻ്റെ ലാസ്റ്റ് ദിവസം? പോകുന്നില്ലേ? മുത്തശ്ശൻ ഇപ്പോൾ വിളിച്ച് ചോദിച്ചേ ഉള്ളൂ നീ പോയോന്ന്. അവർ നാളെയാവും എത്താൻ. ആ, ഞാൻ പോവാ. ഇതൊന്ന് കെട്ടിയിട്ട് പോയാൽ കൊടുത്തിട്ട് വരാമല്ലോ. അല്ല, എന്തിനാ നമ്മൾ ഇത്രയും വഴിപാടൊക്കെ ചെയ്യുന്നത്? ഞാൻ ജനിച്ച അന്നോട്ട് കാണാൻ തുടങ്ങുന്ന അമ്പലവും ഇതുമൊക്കെ എന്തിനായിരിക്കും സഞ്ജയേട്ടാ? ആർക്കറിയാം? അതൊക്കെ മുത്തശ്ശനും അച്ഛനും ഒക്കെ അല്ലേ അറിയൂ. നമുക്കെന്തറിയാം? ആ, നീ എന്തായാലും ഇനി ലേറ്റ് ആവണ്ട, കൊടുത്തിട്ട് വാ. ഞാൻ കൂടെ വരണോടാ? ഏയ് വേണ്ട, ഇതാ ഇത് ചെയ്തു. ഞാൻ വേഗം കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. ആരാ അത് ഇത്ര വേഗത്തിൽ മിന്നൽ പോലെ പോകുന്ന? ഇടിച്ചിട്ടിരുന്നെങ്കിലോ? ആരായാലും എനിക്കെന്താ, അമ്പലത്തിൽ പോയി. ഇനി മീനുവിനെയും കണ്ടിട്ട് വേഗം വീട്ടിപ്പോൾ മുത്തശ്ശനും അമ്മാവനും അറിഞ്ഞോ കൊല്ലും. പെട്ടെന്ന് പോവാം. അല്ലെങ്കിലും ഇവളെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല. എത്ര നേരെ 1/2 മണിക്കൂറോട്ട് ഞാൻ കാത്തിരിക്കുക. ഇവൻ ഈ സ്ഥലത്തല്ലേ വരാൻ പറഞ്ഞു, എന്നിട്ട് പുല്ല് എവിടെ പോയി കിടക്കാം മനുഷ്യൻ്റെ. ഈശ്വരാ, ഇതെന്തോ നാട്! സിറ്റിയിലുള്ള ഞാനിപ്പോൾ വന്ന് കിടക്കുന്ന ഒരു പട്ടിക്കാട്ടിൽ. മീനൂട്ടി, ഞാൻ വന്നു. എടി, എന്തുവാ ലേറ്റ് ആവണമെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? എന്ത് നേരോടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നറിയോ? വരുന്നതിനും പോരുന്നതിനും നോക്കിക്കൊണ്ട് പോകും. ഈ കുട്ടിക്ക് വീടൊന്നും ഇല്ലെന്ന്. സോറി മീനു, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടല്ലേ. പാറു, ഇതേ നോക്കി, ആ ചെക്കൻ വീണ്ടും വന്നു നിന്നെ ശല്യം ചെയ്യാറുള്ള. നീ ഇവിടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ടെന്ന് പറ, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മാവനും മുത്തശ്ശനും അറിഞ്ഞാൽ ഇവനും കൂടെ അവർ കൊല്ലും. മീനു, ഞാൻ 1-2 തവണ അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ കേൾക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കും നല്ല ടെൻഷനുണ്ട് ഇയാളുടെ കാര്യത്തിൽ. നിന്റെ സംസാരമല്ലേ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞിരുന്ന പോലെ അങ്ങ് പറഞ്ഞു നോക്ക്. ഇവനെ കാണുന്നില്ലല്ലോ, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. മീനു, ഇത് കുറച്ച് ഓവറല്ലേ? അയാൾ എന്നെപ്പറ്റി എന്തായിരിക്കും വിചാരിക്കുന്നത്? അയാൾ നിന്നെപ്പറ്റി മോശമായിട്ട് വിചാരിക്കണം. ഒരു അഹങ്കാരിയായിട്ട് വിചാരിച്ചാൽ അയാൾ നിന്റെ പിറകിൽ നിന്ന് പോവില്ലേ? അതിന് ഇതാ നല്ലത്. നീ അങ്ങ് പോയി പറ ധൈര്യമായിട്ട്. പാർവതി, ഞാൻ പറഞ്ഞ കാര്യം എന്തായിടോ? തനിക്ക് എന്നെ ഇഷ്ടമാണോ?
തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിറകെ നടക്കരുതെന്ന്. അല്ലെങ്കിൽ തന്നെ തൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാ, എൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാ? ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് ദേവചന്ദ്ര മനത്തിലെ പെണ്ണെ തന്നെ വേണോ അല്ലേ? താനൊക്കെ ഞാനൊന്നും പറയുന്നില്ല. പാറു, തന്നെന്താ ഇങ്ങനെയൊക്കെ? താൻ ഇങ്ങനെയല്ലല്ലോ. ഞാൻ എങ്ങനെയും തനിക്ക് എങ്ങനെ അറിയാം? താൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. താൻ എങ്ങനെയാ ഞാൻ എങ്ങനെയാന്ന്. എന്നിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യും. അറ്റ്ലീസ്റ്റ് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ലെവലെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? തന്നെയൊക്കെ ഈ പെൺകുട്ടി കാണും പോലല്ലോ. വാ തുറന്ന ഛേ, അവൻ്റെ സ്ഥാനത്ത് ഞാൻ വല്ലതും ആയിരിക്കണം. കരണക്കുറ്റി നോക്കി കൊടുത്തിട്ട് പൊടി പുല്ലേന്ന് പറഞ്ഞേനെ പോങ്ങൻ. അല്ലെങ്കിൽ പണം കൊണ്ടെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. ആ ലെവലാതി. ഇവളെയൊക്കെ എൻ്റെ കൈ കിട്ടണം. ശരിയാക്കി എടുക്കും ഞാൻ. ഈശ്വര, നല്ല കലിപ്പിലാണല്ലോ ഇവനിത് അങ്ങോട്ട് നോക്കിയാൽ കണ്ടുപിട്ടി പേടിപ്പിക്കുന്നത്. ഞാൻ ലേറ്റായെന്ന് തോന്നുന്നു. ഡാ ശിവ, എവിടെ പോയി കിടക്കുമായിരുന്നടാ പോത്തെ? എത്ര നേരമായിട്ട് വിളിക്കുന്നു? നിനക്ക് ആ ഫോൺ എടുത്തൂടെ? ഈ പട്ടിക്കാട്ടിൽ വന്ന് പെട്ടുപോയല്ലോ ഞാൻ. സോറിടാ, വരുന്ന വഴിക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു, അതാ. ബാ, നമുക്ക് പോവാം. ശരി, ബാ. ഈ അഹങ്കാരി ഇനി എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരല്ലേ ഈശ്വര. അയാൾ പോയി. ഇനി അയാൾ പിറകെ വരില്ലായിരിക്കും. അയ്യോ, ടൈമായി, നമുക്ക് പോകണ്ടേടാ. ശരി, പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനും അമ്മാവനും കൂടെ നിന്നെ ഇനി കുരിശിൽ കയറ്റും. സത്യം പറ, നീ എങ്ങനെയാ അവരുടെ അടുത്ത് ഇത്ര സ്നേഹത്തിൽ നിൽക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അത് കുഞ്ഞുനാൾ തൊട്ടേ പ്രാക്ടീസ് ആയതുകൊണ്ടായിരിക്കാം. അതൊന്നും കുഴപ്പമില്ല. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, സഞ്ജുവേട്ടനുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അമ്മാവനും മുത്തശ്ശനും ഓവർ പൊസസീവ്നെസ് ആണെന്ന് തോന്നുന്നു, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെ ചെറിയ തെറ്റിനെ പോലും ഇരുട്ട് റൂമിൽ അടച്ചിടുക, ഭക്ഷണം തരാതിരിക്കുക, ഇതൊക്കെയല്ലേ സ്നേഹം? അതൊക്കെ തെറ്റ് ചെയ്യുമ്പോഴല്ലേ. ശരി, നീ അതൊക്കെ വിട്ടേ. നമുക്ക് നാളെ കോളേജിൽ വെച്ച് കാണാം. പോട്ടെടാ, ഞാൻ ഇന്ന് ലേറ്റായാൽ ശരിയാവില്ല. അമ്മാവനും മുത്തശ്ശനും വീട്ടിലില്ല. വരുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ കയറണം. ശരിയടാ, കോളേജിൽ വെച്ച് കാണാം. ബൈ. പാറു, കോളേജിൽ പോയി ഉറങ്ങാണോ? നീ നന്നിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ കോളേജിലോട്ടൊരു ദിവസം വരുന്നുണ്ട്. കുറച്ച് ദിവസമായില്ലേ സാറുമാരെയൊക്കെ കണ്ടിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. അമ്മാവ, അതൊക്കെ എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ മോളെ? മുത്തച്ഛ, ഞാനും ഇല്ലേ അവിടെ. ശരി, ഇനി നിന്നാൽ ലേറ്റാവും. ബാ പാറു, പോവാം. ശരി സഞ്ജുട്ടാ. മുത്തശ്ശ, അമ്മാവ, അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ബൈ. പാറു, പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇക്കൊല്ലത്തെ റിസൾട്ടിന് ഒരു മാർക്കെങ്കിലും കുറഞ്ഞ അതോടെ തീരും നിന്റെ ഈ പഠിത്തം. മനസ്സിലായല്ലോ? അതനുസരിച്ച് വേണം പഠിക്കാൻ. അറിയാം അമ്മാവ. എന്താ അച്ഛാ ഇങ്ങനെ? അവൾ പഠിക്കുന്നുണ്ടല്ലോ. ബാ, നമുക്ക് പോവാം. ബാ. എന്താ ഹരി അവളോട് ഇങ്ങനെയൊക്കെ? അവള് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിത്തം നിർത്തുമെന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്നേ? ശ്രീയേട്ടനൊന്നും അറിയില്ല. പിള്ളേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരാ. ഹരി പറയുന്ന കറക്റ്റാ. നമ്മളെ വേണം ഇവരെയൊക്കെ ശ്രദ്ധിക്കാൻ. ശരി അമ്മാവ. അച്ഛ, അളിയൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. ഇനി നമ്മൾ ലേറ്റാക്കുന്നത് ശരിയാണോ? എവിടെ വരെ പോകും നോക്കട്ടെ. കണിയനെ കാണാൻ സമയമായി. ആ പണിക്കരെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. സഞ്ജുട്ടാ, ദാ മീന് നിൽപ്പുണ്ട്. ഞാൻ അവളുടെ കൂടെ പൊക്കോളാം. സഞ്ജുട്ടൻ പൊക്കോ. ബൈ. പാറു, അധിക നേരം കോളേജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ്ട, അറിയാലോ. അവളെ വിളിച്ച് പെട്ടെന്ന് പൊക്കോ. ഇല്ല, ഞങ്ങൾ പെട്ടെന്ന് ക്ലാസ്സിൽ കയറിക്കോളാം. സഞ്ജുട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പൊക്കോളാം. എന്താണ് പാറക്കുട്ടി, സഞ്ജു സാറുമായിട്ടൊരു സംസാരം? എൻ്റെ കൂടെ വരുന്നതിന് ഇനി വിലക്കാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പൊടി. സഞ്ജുവേട്ടന് നിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓ, അവളുടെ ഒരു സഞ്ജുവേട്ടൻ നമ്മൾ കണ്ടിട്ടില്ല. ശരി, ബാ. കോളേജ് കണ്ടാലറിയാം ഉറക്കം തൂങ്ങി കോളേജാണെന്ന്. ഹൈ ലെവലിൽ നിന്ന് ഞാനിപ്പോൾ ലോ ലെവലായി. അതിന് കാരണം നിൻ്റെ ഈ പറട്ട സ്വഭാവമല്ലേ? അതുകൊണ്ടാ. എന്നാലും എന്തായിരുന്നു, ഞാൻ നാട്ടിൻപുറത്ത് വരില്ല. മതി, ഇനി നീ വാ തുറക്കരുത്. അകത്തോട്ട് പോവാം. വാ. ഒറ്റ സെക്കൻഡ്, ഈ കാറൊന്ന് ആ പാർക്കിങ്ങിൽ കൊണ്ടിട്ട് വേഗം വരാം. എടാ, ഇന്നലെ അടിപൊളിയായിരുന്നടാ. ഇന്നലെ അവൾ എൻ്റെ കൂടെ ആയിരുന്നു. കുറച്ച് പൈസ കൂടുതലാ, പക്ഷേ നല്ല സ്റ്റാമിനയാണ്. ആരാടാ അത്? എനിക്കൂടെ ഒന്ന് കാണിച്ചതാ. ദോ, ആ വെള്ള ഡ്രസ് ഇട്ടിരിക്കുന്ന കുട്ടിയില്ല, അവളാ. ഇത് ഓ, അവളാണോ? ഓ, വന്നില്ല. ഇവന്മാരാരെയായി പറയുന്ന? വൈറ്റ് ഡ്രസ്സോ? ഇവളോ? അപ്പം അഹങ്കാരം മാത്രമല്ല, ക്യാരക്ടർ ലെസ്സൂടെ ആണല്ലേ. ഛേ, ഇവളെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല. ഹലോ, കോളേജിൻ്റെ ഭംഗി നോക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് അകത്തോട്ട് പോയാലോ സാറേ? ഓ യാ, കം. ഹലോ സഞ്ജയ് സാർ, എന്താണ്, തിരക്കാണോ? എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഞാനൊന്ന് പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ സാറായിട്ട് വരുന്നുണ്ടെന്ന്.
ഓ യെസ്, ഫിസിക്സിനല്ലേ തേർഡ് ഇയറിലേക്ക്? എനിക്ക് ഓർമ്മയുണ്ട്. എന്താ സാർ? ഇതാണ് പുള്ളിക്കാരൻ, ശിവശങ്കർ മഹാദേവ്. പിന്നെ എൻ്റെ സ്റ്റാഫ് റൂം ഫുൾ ഫില്ല. സഞ്ജയ് സാറിൻ്റെ ഇവിടെ 2 സീറ്റ് ഒഴിവാണെന്ന് ടീച്ചർ പറഞ്ഞു. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ അതിനെന്താ, ഇതെടുത്തോട്ടെ. ഹായ് മിസ്റ്റർ ശിവ, ഐ ആം സഞ്ജയ് പ്രസാദ്. അപ്പോൾ ശിവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ ക്ലാസ് ഉണ്ട്, പോട്ടെ. ആ ശരി, എന്നാൽ നീ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. തേർഡ് ഇയർ അല്ലേ? ബാ, ഞാൻ കാണിച്ചു തരാം ക്ലാസ്. ഞാനും അങ്ങോട്ടാണ്. ഓക്കെ, താങ്ക് യു സാർ. ശിവ സാറേ, ഇതാ ആ ലാസ്റ്റ് കാണുന്നില്ലേ, അതാണ് സാറിൻ്റെ ക്ലാസ്, തേർഡ് ഇയർ. ഞാനിവിടെ സെക്കൻഡ് ഇയറിലാണ്. ഇപ്പോൾ ക്ലാസ് ഉണ്ട്, ഞാൻ കയറിക്കോട്ടെ? സാറ് പോവുമല്ലോ? ഓ അതിനെന്താ, സാറ് കയറിക്കോളൂ, ഞാൻ പൊക്കോളാം. ഓക്കെ. ഇന്നലെ വരെ ഈ പീരീഡ് ഫ്രീ ആയിരുന്നു. ഇനി മുതൽ പുതിയ പ്രൊഫസർ വരാൻ പോകുമെന്ന് പറഞ്ഞു കേട്ടു. ആകെ ഉണ്ടായിരുന്ന ഫ്രീ പീരീഡും അങ്ങനെ പോയി കിട്ടി. പാറോ ഒന്നും മിണ്ടാതിരിക്കടി. ഇത്രയും ദിവസം ഫ്രീ പീരീഡ് കിട്ടിയില്ല, ഒരാഴ്ച കിട്ടി. ഇനി ഈ പോർഷനൊക്കെ എപ്പോൾ തീരും? ഹായ് സ്റ്റുഡൻറ്റ്, ഐ ആം ശിവശങ്കർ മഹാദേവ്, നിങ്ങളുടെ ക്ലാസ് സാറും പിന്നെ ഫിസിക്സ് ടീച്ചറും കൂടിയാണ്. ഓ നൈസ് നെയിം. സാർ മാരീഡ് ആണോ? I don't like unwanted questions. Clear? We are going to straight physics test, okay? Oh shit. ഈ കുട്ടി എൻ്റെ ക്ലാസ്സിലാണോ? Damn it. നിൻ്റെ കഷ്ടകാലം തുടങ്ങി. Who is the class representative? Sir, it's me. ഞാനാണ് സർ, അഖിൽ. From now, I change the representative, okay? Hey, you, what's your name? എൻ്റെ ഈശ്വര, എടി അയാള് നിന്നെയാ വിളിക്കുന്ന. പാറു നിന്തോടാ. ശരിയാണല്ലോ. മൈ നെയിം ഈസ് ശ്രീ പാർവതി സാർ. ഓക്കെ, ഇങ്ങോട്ട് താനായി ഈ ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവ് വെച്ചാൽ അതിൻ്റെ ചുമതലകളൊക്കെ തനിക്ക് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ക്ലാസ്സിൻ്റെ നീറ്റ്നെസ് തൊട്ട് സ്റ്റഡിയുടെ റിസൾട്ട് വരെ താനായിരിക്കും ഇനി നോക്കേണ്ടത്. എൻ്റെ ക്ലാസ് എപ്പോഴും നീറ്റായിട്ടിരിക്കണം, ഓക്കെ? വാട്ട് എവർ യു ഡു, ബട്ട് നീറ്റ്നെസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് മോർണിംഗ് എൻ്റെ ടേബിളിൽ സ്റ്റുഡൻസിൻ്റെ എല്ലാ നോട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. അത് താൻ വേണം നോക്കാൻ. ബാക്കി റൂൾസൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം, ഓക്കെ? സാർ സോറി, ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പഠിക്കാൻ ടൈം കിട്ടില്ല. സോ എനിക്ക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് താല്പര്യമില്ല. ഡു വാട്ട് ഐ സെഡ്, അതർവൈസ് ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ്. സോറി സാർ. ഓക്കെ സ്റ്റുഡൻസ്, പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടേബിളിലോട്ട് വരാം. ബട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ആരെയും ഇവിടെ കണ്ടുപോകരുത്. പാറു, ഫിസിക്സ് സാറ് വന്നോടെ നല്ല പണിയാണല്ലോ നിനക്ക് തന്നത്. നീ എന്ത് ചെയ്യാൻ പോവാ? സാറിനോട് ഒരിക്കൽ കൂടെ പോയി പറഞ്ഞാലോ? എനിക്ക് താല്പര്യമല്ല, പഠിക്കാനുണ്ടെന്നൊക്കെ. അയാൾ കേൾക്കുമോ? എനിക്ക് തോന്നല്ല. ക്ലാസ്സിൽ വെച്ച് ഷൗട്ട് ചെയ്ത് കണ്ടില്ലേ? ഒരു കാര്യം ചെയ്യ്, സഞ്ജയ് സാറിനോട് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ സാറ് പറഞ്ഞ അയാൾ കേൾക്കും. അത് ശരിയാ, സാറ് പറഞ്ഞ കേൾക്കും, മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ സഞ്ജയ് ഏട്ടനോട് പറഞ്ഞു നോക്കാം. ബാ, ക്ലാസ്സിൽ പോവാം. ശിവസാർ തിരക്കാണോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇല്ല, സഞ്ജയ് സാർ പറഞ്ഞു. ഞാൻ ഈ ബുക്കൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. എന്താ കാര്യം? സാർ ഇന്ന് ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവിനെ മാറ്റിയല്ലേ? ആ അതെ. സാർ എങ്ങനെയാണ് അറിഞ്ഞ? പുതിയ റെപ്രസെൻറ്റേറ്റീവ് ശ്രീപാർവതി അല്ലേ? ആ കുട്ടിക്ക് അത് താല്പര്യമില്ല. സാർ ഒന്ന് ചേഞ്ച് ചെയ്യുമോ? ഓ, അപ്പോഴേക്കും അതിവിടെ അറിയിച്ചോ? അഹങ്കാരി, നിനക്ക് ഞാൻ തരാടി. ആ കുട്ടി ക്ലാസ് ഫസ്റ്റാണ്. ഇങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാറ് വേറെ ആരെങ്കിലും? ആ സഞ്ജയ് സാർ, ഞാൻ നാളെ മോർണിംഗ് വന്നിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. അല്ല, ഈവനിങ് ആയില്ലേ, പോകുന്നില്ലേ? ആ, ഞാൻ ഇറങ്ങാൻ പോവാം. ഓ, അപ്പോൾ ഇവിടുത്തെ ബോയ്സ് മാത്രമല്ല, സാറുമാരും നിൻ്റെ കുപ്പിയിലാണല്ലേ? കാണിച്ചു തരാടി. എന്നാൽ ശരി മീനു, ദാ സഞ്ജയ് ഏട്ടൻ വന്നു. ഇനി നീ പൊക്കോ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇത്ര നേരം കൂടെ നിന്നില്ലേ? ഓ, വലിയ കാര്യമായിപ്പോയി. ഒന്ന് പോടി. പാറു, നമുക്ക് പോവാമോ? ഓ, എന്താ ആകാരം മൂത്ത്? അതാ ശ്രീപാർവതിയും സഞ്ജു സാറല്ലേ, ഇവരെന്താ ഒരുമിച്ച്? മീനാക്ഷിക്ക് വീട്ടിൽ പോകാറായില്ലേ? ആ, സഞ്ജയ് അവള് പോകാൻ നിൽക്കുമായിരുന്നു. ഓ, അപ്പോൾ അവൾക്ക് സഞ്ജയ് സാറുമായിട്ട് അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി സാർ എന്നോട് സംസാരിച്ചത്. ഛേ, എത്ര ചീപ്പാ ഇവള്. ഹലോ, കുറേ നേരമായി വെയിറ്റിങ്. പോണ്ടേ? ബാ. Damn it, bloody slut. എൻ്റെ ഓർമ്മയിൽ പോലും നിനക്ക് വരാനൊരു റൈറ്റ്സ് ഇല്ല. നാശം. അച്ഛൻ ഓക്കെ അല്ലേ? എന്തു പറ്റി? 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. മുഖമൊക്കെ ആകെ വല്ലാണ്ട്. വയ്യേ അച്ഛന്? ഇത്രയും നാളും ജോലിക്ക് പോയിട്ട് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നുണ്ടാക്കും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്.
മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അച്ഛനും പാറുവിന് സംശയമാണോ പഠിക്കുന്നില്ല എന്ന്? ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് അച്ഛാ. അച്ഛൻ്റെ പാറൂട്ടിയെ അച്ഛൻ എന്തെങ്കിലും സംശയിക്കാൻ പറ്റുമോ? ഏത് സാഹചര്യത്തിലും മോള് പഠിത്തം മാത്രം ഉപേക്ഷിക്കരുത് കേട്ടോ. അച്ഛൻ്റെ പാറൂട്ടി പഠിച്ച് വലിയ ആളാവണം. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ? ഞാൻ പഠിത്തമൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല. ആരൊക്കെ എതിർത്താലും ഞാൻ പഠിക്കും. പഠിച്ചൊരു നിലയിലെത്തും. ആഹാ, അച്ഛനും മോളും കൂടെ എന്താണ്? ഞാനും കൂടെ കേൾക്കട്ടെ. എന്തായാലും ഇപ്പം കേൾക്കാൻ സമയമില്ല. കോളേജിൽ പോകണം. ബാ ഇറങ്ങാം. മോനെ സൂക്ഷിച്ചു പോയിട്ട് വാ. ബൈ. സെഞ്ചോട്ടാ ശിവസാറിനോട് പറഞ്ഞിട്ടുണ്ടോ? എടി, നീ വിചാരിക്കുന്ന പോലെ അയാൾ അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല. പാവോ, ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു സെഞ്ചോട്ടാ. എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. അല്ല, ക്ലാസ്സിലോട്ടല്ലേ? ആ പാറു, എൻ്റെ ഈ ഫയൽ നീ എൻ്റെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് ക്ലാസ്സിൽ കയറിക്കോ. എനിക്ക് സി ബ്ലോക്കിലാണ്. നിനക്ക് അവിടെ നിന്ന് എടുത്തല്ലേ സ്റ്റാഫ് റൂം. ഞാൻ ഇനി അങ്ങ് വന്ന് എന്തായാലും ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആവും. അതിനെന്താ, സെഞ്ചോട്ട് എൻ്റെ തന്നിട്ട് പൊക്കോ. ഞാൻ കൊണ്ട് വെച്ചോളാം. ബൈ. മേ കമിൻ സാർ? എസ് കം. നീയോ? നീ എന്താ ഇവിടെ? സഞ്ജു സാറിൻ്റെ ടേബിളിൽ ഫയൽ വെക്കാൻ വേണ്ടി വന്നതാ. എൻ്റെ കയ്യിൽ തന്നു വിട്ടു. അത് വെക്കാൻ വേണ്ടി വന്നതാ. ഓ, സഞ്ജു സാറിൻ്റെ ഫയൽ വെക്കാൻ നേരത്ത് നിനക്ക് കുഴപ്പമില്ല. ഞാൻ ലീഡറാക്കുമ്പോഴേ നിനക്ക് പ്രശ്നമുള്ളൂ. സാർ എന്തൊക്കെ പറയുന്നത്? എന്താ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? സാർ എന്തൊക്കെയാ പറയുന്ന? എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്ന? എനിക്ക് ക്ലാസ്സിൽ പോകണം. ക്ലാസ്സിലൊക്കെ ഞാൻ പെടാം, പക്ഷെ നീ പറഞ്ഞതിന് മറുപടി ഇതാ. നിനക്ക് ഞാൻ ലീഡറാക്കിയാലാവാൻ എന്താ ബുദ്ധിമുട്ടെന്ന്. ഞാൻ ക്ലാസ്സിൽ കൈ വിട്. നിക്കടി അവിടെ. ചോദിച്ചതിന് മറുപടി പറയാൻ ഞാൻ ലീഡറാക്കിയാൽ നിനക്ക് എന്താ ആവാൻ ബുദ്ധിമുട്ടെന്ന്. ബാക്കിയുള്ളവന്മാരെ കൂടെ പോകാൻ നിനക്കൊരു കുഴപ്പമില്ലല്ലോ. ആ എൻ്റെ കൈ. സാർ എന്തൊക്കെയാ പറയുന്ന? വിടാൻ എനിക്ക് നോവുന്നു. എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പറയാൻ നിനക്ക് എന്താടി ലീഡറായാലും മാറി നിൽക്ക്. വിട് എൻ്റെ കവള്. സാർ എന്തൊക്കെയാ കാണിക്കുന്ന? സാർ ഒരു അധ്യാപകനല്ലേ? സ്റ്റുഡൻസിനോട് എങ്ങനെയാണോ പെരുമാറുന്നത്? എന്നെ സാർക്ക് മുന്നേ അറിയോ എൻ്റെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ? സാർ ഇതെന്തൊക്കെയായി കാണിക്കുന്നത്? ഞാൻ ക്ലാസ്സിൽ പോവാം. നിൻ്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ് ലാസ്റ്റത്തെ ഈ കണ്ണീര്. അതിൽ ഞാൻ എന്തായാലും വിടില്ല. നീ കൂടെ കിടത്തിയവന്മാർ ചിലപ്പോൾ വീഴുമായിരിക്കും. ഹൗ ഡെയർ യു! നീ എന്നെ തല്ലിയല്ലേ? നിൻ്റെ ഈ ലാസ്റ്റ് ഇയർ എൻ്റെ കയ്യിലാണ്. നീ ജയിക്കുന്ന എനിക്കൊന്ന് കാണും. ഐ വിൽ ഷോ യു. ഞങ്ങൾ എത്ര വൃത്തികെട്ടവന്! ഒരു സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന രീതിയാണോ ഇത്? നിങ്ങളെയൊക്കെ അധ്യാപകനായിട്ട് കാണാൻ പോലും ഉറപ്പാവുന്നു. ഈശ്വര, സാർ എന്തിനായിരിക്കും എന്നോട് ഇത്ര വൃത്തിയുടെ രീതിയിലൊക്കെ സംസാരിച്ച? തെറ്റിദ്ധരിച്ചതായിരിക്കോ? അതിന് ഇയാൾക്ക് എന്നെ നേരത്തെ അറിയോ?